കേരളത്തിൽ വിവാഹം കഴിച്ച പുരുഷന്മാർ ജീവിതം അവസാനിപ്പിക്കുന്നതിൻ്റെ നിരക്ക് അപകടകരമായ രീതിയിൽ വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ മെയിൽ ഫീമെയിൽ റേഷ്യോ 80-20 ഇനിയെങ്കിലും കേരളത്തിൽ വിവാഹം കഴിക്കാനിരിക്കുന്ന ആൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട 4 കാര്യങ്ങൾ. വിവാഹം കഴിക്കുമ്പോൾ പെൺകുട്ടികളുടെ ഗ്ലാമറും പത്രാസും മാത്രം നോക്കാതെ അവരുടെ ഏണിംഗ് കപ്പാസിറ്റി കൂടി നോക്കുക. വീട്ടുജോലികൾ എളുപ്പമാക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് മാസം തോറും മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഭാവിയിൽ AI-യും സർവീസ് റോബോട്ടിക്സും കൂടെ ചേർന്ന് ആ മേഖല ഏറ്റെടുക്കുന്നതിനുമാണ് സാധ്യത. പക്ഷേ വീട്ടിലേക്കുള്ള മാസവരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കുറുക്കുവഴികൾ മാത്രം എങ്ങും ഇറങ്ങുന്നില്ല. നിവർത്തിയുണ്ടെങ്കിൽ പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഒരു 100 മീറ്ററെങ്കിലും മാറി താമസിച്ച് അവരെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കുക. കാലം മാറി. ഇപ്പോൾ വരുന്ന പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്പേസും സ്വാതന്ത്ര്യവും ഒക്കെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതം അവരുടെ ഇടയിൽ റഫറി കളിച്ച് തീർക്കാനുള്ളതല്ല. ഒരു വീട്ടിൽ നരകതുല്യം താമസിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഒരു 100 മീറ്റർ മാറി താമസിച്ച് പേരൻസിനെ ശുശ്രൂഷിക്കുന്നത്. വൈകുന്നേരം സീരിയലിൻ്റെ ഒച്ച സഹിക്കാൻ വയ്യാതെ വെളിയിൽ പോയി വെള്ളമടിക്കുന്ന പരിപാടി നിർത്തുക. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അന്നത്തെ പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്യേണ്ടതും അറിയേണ്ടതും വീട്ടിലാണ്, നാട്ടുകാരുടെ അടുത്തല്ല. പിന്നെ ഇനിയെങ്കിലും ഈ വല്യേട്ടൻ കളി നിർത്തുക. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ആരെയും അറിയിക്കാതെ കാളയെപ്പോലെ എടുത്ത് ചുമലിൽ വെച്ച് ജീവിതം തീർത്തിട്ട് അവസാനം അവരുടെ കാര്യത്തിന് മാത്രം ആരുമില്ലാതെ ജീവിക്കുന്ന വല്യേട്ടന്മാരുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണ്. നിങ്ങളുടെ കാര്യം പരിഹരിക്കുന്നതിന് ചാനൽ ചർച്ചക്കാരോ മനുഷ്യാവകാശ പ്രവർത്തകരോ ആരും കാണില്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം.